ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിലിനും താരനും ഒക്കെ മാറി മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനുമുള്ള നല്ലൊരു ഹെയർ പാക്കാണ്. നാച്ചുറൽ ആയിട്ടുള്ളതും കെമിക്കൽസ് ഒട്ടും തന്നെ ഉപയോഗിക്കാത്തതും വളരെ വിശ്വാസപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹെയർ ഡേ ആണ്. കുട്ടികളുടെ പോലും തലമുടി നരച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ വില കൊടുത്ത് കടകളിൽ നിന്നും ധാരാളം കെമിക്കൽസ് വാങ്ങി തലമുടിയിൽ ഉപയോഗിക്കുന്നവരാണ് ഒട്ടുമിക്കവരും. ഇങ്ങനെ ധാരാളം കെമിക്കൽസ് ഒക്കെ വാങ്ങി ഡെയിലി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ വലിയ കേടാണ്. ഇതെല്ലാം ഒഴിവാക്കി വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കാനും മുടിയൊക്കെ പെട്ടെന്ന് വളരാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും 1 ടീസ്പൂൺ തേയിലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലോണം തിളച്ച് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടണം. ഇത് നല്ലതുപോലെ വെട്ടി തിളക്കണം. 2-3 മിനിറ്റ് നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ തേയില വെള്ളം ഒരു അരിപ്പ വെച്ച് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. ഈ ഒരു വെള്ളം ഇപ്പോൾ നല്ല കടുപ്പത്തിൽ തന്നെ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. പനിക്കൂർക്കയുടെ ഇല തലമുടി കറുപ്പിക്കുന്നതിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് തുളസിയുടെ ഇലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. തുളസിയിലയുടെയും കറിവേപ്പിലയുടെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. തലമുടി കട്ട കറുപ്പാക്കുന്നതിനും മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും താരൻ മാറുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കുന്നവയാണ് ഇവ. ഇതിൽ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. നല്ലതുപോലെ കഴുകിയെടുത്ത ഈ ഇലയൊക്കെ നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തേയില വെള്ളത്തിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് തന്നെ ഞാൻ ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് നമുക്ക് ഇതുപോലെ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ സഹായിക്കും. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുക്കാം. ഇരുമ്പിന്റെ ചീനച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് ഇരുമ്പിന്റെ എന്തെങ്കിലും ഒരു കഷ്ണം ഇട്ടുകൊടുത്താൽ മതി. ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് മൈലാഞ്ചിയുടെ ഇല ചേർത്ത് അരച്ചെടുത്താലും മതി. ഹെന്ന പൗഡർ ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. യാതൊരു കെമിക്കൽസും കൂടാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ തലമുടിയൊക്കെ നല്ല കരുത്തോടെ നീളത്തിൽ കറുത്ത കളറിൽ വളരുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത്. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ യാതൊരു പൈസ ചെലവുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണിത്. ഇനി ഇത് നമുക്ക് ഒരു 10 മണിക്കൂറെങ്കിലും അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഈ ഒരു ഹെയർ പാക്കിന് നല്ലൊരു കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്.
ഇത് നമുക്ക് കുറേ അളവിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചും ഉപയോഗിക്കാം. ഈ ഒരു പാക്ക് നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തലമുടിയിൽ ഒട്ടും തന്നെ എണ്ണമെഴുക്ക് പാടില്ല. തലേ ദിവസം തന്നെ ഷാമ്പു ഒക്കെ ഇട്ട് നല്ലോണം കഴുകി കളഞ്ഞിട്ട് വേണം ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ തലമുടി നല്ലോണം ചീകി വൃത്തിയാക്കിയിട്ട് വേണം ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ. തലമുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ മുടി കറുത്ത സ്ഥലത്ത് ഈ ഒരു പാക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നാൽ മുടി നീളം വെക്കുന്നതിനും താരനും മുടി പൊട്ടിപ്പോകുന്നതിനുമൊക്കെ വേറൊരു രീതിയിലും ഇത് നമുക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തേയില വെള്ളത്തിൻ്റെ ബാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിൽ നിന്നും 1 ടീസ്പൂൺ എടുത്ത് ഈ ഒരു തേയില വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു കോട്ടൺ തുണിയെടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിക്കാം. മുടി നന്നായിട്ടൊരു ചീർപ്പ് ഉപയോഗിച്ച് ചീകിയതിന് ശേഷം നമുക്കിത് നമ്മുടെ മുടി ഇഴകളിൽ സ്പ്രേ ചെയ്തു കൊടുക്കാം. ഇടയ്ക്കിടെ ഒരു ചീർപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചീകി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്പ്രേ ചെയ്തു കൊടുക്കാം. എന്നാൽ മാത്രമേ ഈ ഒരു മിക്സ് നല്ലോണം നമ്മുടെ തലയോട്ടിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഒരു മിക്സ് 1-2 മണിക്കൂർ നമ്മുടെ തലയിൽ വെച്ച ശേഷം നന്നായിട്ട് നമുക്ക് കഴുകിക്കളയാം. സോപ്പോ ഷാമ്പോ ഒന്നുമില്ലാതെ തന്നെയാണ് ഇത് കഴുകിക്കളയേണ്ടത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസത്തിന് തലയിൽ എണ്ണയൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. മുടിക്ക് നല്ല കറുപ്പ് തന്നെ കിട്ടും. ഒരു തവണ ചെയ്ത് നോക്കിയാൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. 2-3 തവണ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.